വയറിലെ കൊഴുപ്പ് കുറച്ച് അമിതവണ്ണം തടയാനും മുഖത്തെ കരിവാളിപ്പ് മാറ്റി സ്കിൻ നല്ല ഗ്ലോ ആക്കാനും അതോടൊപ്പം തന്നെ മുടികഴിച്ചിൽ തടയാനും ദിവസവും 2 ഐസ് ക്യൂബ്സ് മതി. വൈറ്റമിൻ സി ഏറെ ഉള്ളതിനാൽ പ്രതിരോധശേഷി കൂട്ടി ദഹനം മെച്ചപ്പെടുത്താനും വയറിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും സഹായിക്കും. യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ നമ്മളുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം തയ്യാറാക്കാം ഈ ഗമ്മീസ്. ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ബീറ്റ്റൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ ഗ്രേറ്ററിലെ ഏറ്റവും ചെറിയ പോർഷൻസിൽ വെച്ച് നല്ല കുഞ്ഞായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ കുക്ക് ചെയ്ത് ഇതിൻ്റെ പോഷകങ്ങളൊന്നും നഷ്ടപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് എത്ര ചെറുതായിട്ട് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാമോ അത്ര ചെറുതായിട്ട് എടുക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. ഞാനിത് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ബീറ്റ്റൂട്ടിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് സ്വാഭാവിക തിളക്കം നൽകാനും സഹായിക്കുന്നു. പ്രതിരോധശേഷി കൂട്ടാനും ശരീരത്തിലെ കൊളാജൻ ഉൽപ്പാദനം കൂട്ടി സ്കിൻ നല്ല ഗ്ലോ ആക്കാനും വൈറ്റമിൻ സി ഏറെയുള്ള ലെമൺ. ഞാൻ ഒരു ലെമൺ ജ്യൂസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും ഈ ലെമൺ ജ്യൂസും ഒക്കെ തന്നെ മതി. മുഖക്കുരുവും കറുത്ത പാടുകളും മാറ്റി സ്കിൻ നല്ല ഗ്ലോ ആകാനും അതോടൊപ്പം തന്നെ ദഹനം മെച്ചപ്പെടുത്താനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഞാനിവിടെ ചേർക്കുന്നത് ഹണിയാണ്. ഇത് നല്ല നാടൻ തേനാണ്. ഇത് 2.5 സ്പൂൺ ചേർക്കുന്നുണ്ട്. ചെറിയൊരു മധുരം നമ്മളുടെ ബീറ്റ്റൂട്ടിനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഹണിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ട് ഇത് മാറും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഇതിൽ ആവശ്യത്തിനുള്ള ജ്യൂസ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് 3-4 ദിവസം വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിൽ കൂടുതൽ ദിവസമാണ് ഇത് തയ്യാറാക്കി വെക്കേണ്ടതെങ്കിൽ നമ്മൾക്കിതൊരു ഐസ് ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. ഒരുപാട് ബിസിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾക്ക് ഇതുപോലെ ഐസ് ട്രേയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് തയ്യാറാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് ഐസ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു തവണ ഉണ്ടാക്കി വെച്ചാൽ മാസം മുഴുവൻ ഉപയോഗിക്കാം. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് രാവിലെ മോർണിംഗിൽ ഡീറ്റോക്സ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാലൻസ് ഇത്രയും വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു 3 ദിവസത്തേനുള്ളത് കാണും. ഒരേ സ്പൂൺ വീതം എടുത്താൽ മതി. ഞാൻ ബീറ്റ്റൂട്ടിൻ്റെ ഗമ്മീസ് ഇവിടെ ക്യൂബ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ ചൂട് കുറച്ച് ദഹനം മെച്ചപ്പെടുത്തി ഗട്ട് ഹെൽത്തിൻ്റെ നല്ല ആരോഗ്യത്തിനും സ്കിൻ നല്ല ഗ്ലോ ആക്കാനും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സബ്ജ സീഡാണ്. 5-10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് അസിഡിറ്റി കുറയ്ക്കാനും വളരെ നല്ലതാണ്. ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബീറ്റ്റൂട്ടും ഹണിയും ലെമണും കൂടെ ചേർന്ന് ക്യൂബിൽ നിന്ന് 2 എണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ദിവസത്തിന് 2 എണ്ണം മതി. ഇനി ഇതിൻ്റെ കൂടെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്താനൊക്കെ സഹായിക്കുന്ന നമ്മളുടെ സബ്ജ സീഡും കൂടെ ചേർത്ത് കൊടുക്കാം. വയറിലെ കൊഴുപ്പുരുക്കി ദിവസം മുഴുവൻ നല്ല എനർജിയോടെ ഇരിക്കാനും കറുത്ത പാടുകളും മുഖക്കുരുവും മാറ്റാൻ കുറച്ച് മിൻറ്റ് ലീഫാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഡെയിലി കിട്ടാൻ ചാൻസ് ഇല്ല എങ്കിൽ നമ്മൾ ഈ ബീറ്റ്റൂട്ടിൻ്റെ ക്യൂബ്സ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് അരിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ്. ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഇത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും വിഷാംശങ്ങളെ പുറന്തള്ളാനും ഒക്കെ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ഫുള്ളായിട്ട് ആ വാട്ടറിലോട്ടൊന്ന് മിക്സ് ആവണം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു ഐസ് ക്യൂബാണ്. മുടി കൊഴിച്ചിലൊക്കെ മാറ്റി സ്കിൻ നല്ല ഗ്ലോ ആക്കാനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഇത് നമ്മൾക്ക് തയ്യാറാക്കാം. ഞാൻ ഒരു 5-6 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ മേടിച്ച് വെച്ചിട്ട് 2-3 ദിവസമായി. അതുകൊണ്ടാണ് കളറൊക്കെ ഒന്ന് മാറിയിരിക്കുന്നത്. നിങ്ങളിത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കണേ. ചെറുതായിട്ട് മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം ഇനി ചേർക്കേണ്ടത് 5 തണ്ട് കറിവേപ്പിലയാണ്. അത് ഞാൻ നല്ലതുപോലെ കഴുകി ഉണക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതാണ്. രോഗശേഷിയൊക്കെ കൂട്ടി നമ്മളുടെ സ്കിന്ന് നല്ല തിളക്കമുള്ളതാക്കാൻ ഒരു കഷ്ണം പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട്. മഞ്ഞളിൻ്റെ ഗുണങ്ങൾ ഫുള്ളായിട്ട് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർവ് ചെയ്യാനായിട്ട് കുറച്ച് പെപ്പർകോൺസും എടുത്തിട്ടുണ്ട്. ഇനി പച്ചമഞ്ഞൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്.
കുറച്ച് ഉപ്പും അര കപ്പ് വെള്ളവും ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി ഇതുപോലെ അരച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫൈബർ ഒട്ടും തന്നെ കളയുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നഷ്ടമാകുന്ന വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായും കിട്ടും. അതുകൊണ്ട് തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനും വെയിറ്റ് ലോസിനും ഏറെ നല്ലതാണ്. ഇത് ഞാൻ ഒരു ഐസ് ട്രേയിലേക്ക് മാറ്റി വെച്ച് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടും മാറ്റി മാറ്റി തയ്യാറാക്കാവുന്നതാണ്. 1 വീക്ക് നമ്മളുടെ നെല്ലിക്കയുടെ ആണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ക്യൂബ്സ് തയ്യാറാക്കാവുന്നതാണ്. ദിവസം കുടിക്കുന്ന ആ ഒരു ബോറടിയൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ നല്ലതാണ്. അവധി ദിവസങ്ങളിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഈ നെല്ലിക്കയൊക്കെ ഇങ്ങനെ ഫൈബറോട് കൂടി കുടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ് ആക്കാവുന്നതാണ്. ക്ലിയർ ആയിട്ട് കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് അരിച്ചെടുത്തിട്ട് ഐസ് ക്യൂബ് ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുതിനയില എന്നും കിട്ടാൻ വഴിയില്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് പുതിനയിലയും കൂടെ കൂട്ടി അരച്ചാൽ മതിയേ. കുറച്ച് സബ്ജ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ഒഴിവാക്കിയിട്ട് ഇതിന് പകരം ഹണി ചേർക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു മധുരത്തിൽ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നല്ലൊരു റിഫ്രഷിങ് ഫീലാണ് കേട്ടോ നമ്മൾക്ക് ഈ ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിച്ചാൽ. അതോടൊപ്പം തന്നെ നല്ല കളർഫുള്ളും ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു കെമിക്കൽസും ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറേ ഐറ്റംസ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ധൈര്യമായിട്ട് കുടിക്കാവുന്നതാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വെയിറ്റ് ലോസിനുമൊക്കെ ഒരുപാട് നല്ല സ്മൂത്തികളും സാലഡ് റെസിപ്പീസും ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇരട്ടി ഗുണമാണ്. വയറിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും സ്കിൻ നല്ല ഗ്ലോ ആകാനും കറുത്ത പാടുകളും കരുവാളിപ്പും ഒക്കെ മാറ്റാൻ ട്രൈ ചെയ്യാവുന്ന ഒരു കിഡിലൻ ഡീറ്റോക്സ് ഡ്രിങ്ക് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടമാകും. അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാം, ഗട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്താം, രോഗപ്രതിരോധ ശേഷി കൂട്ടാം. ഇതിനൊക്കെ നമ്മളുടെ ഈ ഗമ്മീസ് വളരെ നല്ലതാണ്. ഇത്തിരി കാശ് മുടക്കി നമ്മൾക്ക് അഗാർ അഗാർ പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ ചൈന ഗ്രാസോ ഒന്നും മേടിക്കേണ്ട ഇത് തയ്യാറാക്കാൻ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഈ ഐസ് ക്യൂബ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.